എന്റെ അനിയത്തിക്ക് അനീതി സംഭവിക്കരുത്. ശ്രീകറിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി വരരുത്, വരാൻ പാടില്ല. ശ്രീകർ, ശ്രീകർ. ശ്രീകറിന് മറ്റൊരു പെൺകുട്ടിയായിട്ട് കല്യാണം നടക്കുന്ന കാര്യം അവനിക്കറിയോ? അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ കഴിയോ? അതേ ജാതകത്തിലുള്ള കുട്ടിയെ കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ അമ്മ നിലത്തൊന്നും അല്ല നിൽക്കുന്നത്. നിഹാരികയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോയിരിക്കാം. പൂജയാണെങ്കിലും വ്രതമാണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുമായിരുന്നു. അങ്ങനെയുള്ളപ്പോ ഒരു പേരിന് പോലും നമ്മളെ വിളിച്ചില്ല. നമ്മളോട് ഒന്ന് വരാൻ പറഞ്ഞൂടെ? മരുമകൾക്ക് ഇവിടെ ഒരു വിലയും ഇല്ലെന്നാണോ? ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ നടക്കുവോ? അല്ല, നിങ്ങളെന്താ ഒന്നും പറയാത്തത്? എനിക്ക് പറയാൻ നീ ഒരു ഗ്യാപ്പ് തരണ്ടേ? എന്റെ വിഷമം അല്ലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടേ തോന്നൂ. നിഹാരികയുടെ വാല്യൂ കൂടുന്നതിൽ നിന്റെ വിഷമം ഒന്ന് ഒഴിവാക്ക്. നിന്റെ ബ്ലഡിൽ ഭക്തി എന്നത് 1% ഉണ്ടോ? ഭാര്യയ്ക്ക് വിഷമം വന്നാ ഭർത്താവ് കൂടെ നിൽക്കണം. പറ്റുമെങ്കിൽ അമ്മയെ ചോദ്യം ചെയ്യണം. നിങ്ങൾക്കിത് രണ്ടും അറിയില്ല. വർക്ക് ചെയ്തോണ്ടിരിക്കുക, ഡിസ്റ്റർബ് ചെയ്യല്ലേ. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ശ്രദ്ധ ഭാര്യയുടെ കാര്യത്തിലില്ല. സമ്പാദിക്ക്, നന്നായിട്ട് തന്നെ സമ്പാദിക്കേ. ജാതകം ചേർന്നെന്ന് കരുതി എല്ലാം നടക്കുമെന്നാണോ? ആ നിഹാരികയുടെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്തണം. അവളുടെ മേലെ എന്റെ കണ്ണുണ്ടായിരിക്കും. നിങ്ങളുടെ പേരിലെ അർച്ചനയും പൂജയും നല്ല പോലെ നടന്നു. എനിക്കിപ്പോ പൂർണ്ണ തൃപ്തിയുണ്ട് മോളെ. എല്ലാം നിങ്ങളുടെ ആശീർവാദം കൊണ്ടാണമ്മേ. പുതിയ ഭാവി മരുമകളെ നല്ലവണ്ണം തലേ കയറ്റി വെക്കുന്നുണ്ട്. വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ വരുമായിരുന്നല്ലോ. വിളിക്കുമ്പോഴേക്കും വരുന്നവരായിരുന്നെങ്കിൽ വിളിച്ചേനെ. എന്തിനാ ഏതിനാ എന്നൊക്കെ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ എങ്ങനെ വിളിക്കാനാ? എന്തായാലും പോയത് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാ. അതിന് നിങ്ങളെന്തിനാ? പിന്നീട് ഒരിക്കലും എല്ലാവർക്കും ചേർന്ന് പോകാന്നേ, ഫീൽ ആകാതെ. ആ അമ്മേ, ഞാൻ പോയിന്ന് റെസ്റ്റ് എടുത്തോട്ടെ. എന്നാ ശരി മോളെ, ചെല്ല്. പോയ പോക്ക് കണ്ടോ? കല്യാണത്തിന് മുമ്പേ നിഹാരികയെ തലേ കയറ്റി വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാ പിന്നെ എനിക്കൊരു വിലയും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അമ്മേ, ഓരോരോ ആചാര അനുഷ്ഠാനങ്ങള്. ഈ അർച്ചന എന്തിനാ, പൂജ എന്തിനാ, അമ്പലത്തിന് ചുറ്റിനും പ്രദക്ഷിണം എന്തിനാ? ഇനി എത്ര ദിവസം സഹിക്കണം? സാരി കാണുമ്പോ തന്നെ ദേഷ്യം വരുന്നു. എന്റെ ദൈവമേ, നിഹാരികയ്ക്ക് ആചാരങ്ങളൊക്കെ നന്നായിട്ട് അറിയാം.
അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാന്ന് ഞങ്ങളുടെ അമ്മയ്ക്കൊന്ന് തോന്നിപ്പിച്ചൂടെ പ്ലീസ്. ഈ ടെസ്റ്റിംഗ് ഇനിയും കുറെ ദിവസം നീണ്ട, വലിയ ബുദ്ധിമുട്ടാ. ഒരുപാട് ദിവസം ചേച്ചിയുടെ അടുത്ത് നിന്നുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമുക്കിടയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നേരെയാകുന്നത് വരെ ഞാൻ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കണ്ടേ. അതുകൊണ്ട് ഗീതയോടൊപ്പം ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി ഗീതയെ കണ്ട് നേരിൽ സംസാരിക്കാൻ പോവും. അവന് ഞാൻ കാരണം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഇനി അവളെ സങ്കടപ്പെടുത്തരുത്. പക്ഷെ എങ്ങനെ? സുജാത ചേച്ചിയുടെ സംശയങ്ങൾ കൂടുന്നു എന്ന് അവള് പറഞ്ഞത്. ചേച്ചി എങ്ങാനും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അവരിവിടെ വന്ന് വഴക്കുണ്ടാക്കിയ അമ്മയുടെ അവസ്ഥ എന്താകും? എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കുക. സ്നേഹിതരാണിപ്പോ സഹായിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ശ്രീകരേട്ടന്റെ വീട്ടിലേക്ക് പോയതെന്ന് ചേച്ചിയെ വിശ്വസിപ്പിക്കണം. ഒരാളെയും പറ്റിക്കാതെ, വിശ്വാസവഞ്ചന കാണിക്കാതെ, കള്ളത്തരങ്ങൾ കാണിക്കാതെ നീതിയോടെ സത്യസന്ധമായി ജീവിക്കാനാ ചേച്ചി എന്നെ പഠിപ്പിച്ചേ. അമ്മയെ പോലുള്ള എന്റെ ചേച്ചിയുടെ മുന്നിൽ കള്ളത്തരങ്ങൾക്ക് മുകളിൽ കളവ് പറയേണ്ടി വരുന്ന എന്റെ അവസ്ഥ ഹൃദയത്തിൽ വല്ലാത്തൊരു നീറ്റലാണ്. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ചേച്ചിയുടെ അടുത്ത് തന്നെ എത്രയോ സത്യങ്ങൾ മറച്ചു പിടിച്ച് എന്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയിലും. ഈ നടന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ചേച്ചി അറിയാതെ നോക്കണം. അത് നീ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. ഈ തടസ്സങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ നീ എനിക്കൊരു വിമുക്തി പ്രസാദിക്കും. ചേച്ചി, നിന്റെ കല്യാണ കാര്യം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ അറിയില്ലെന്നുള്ള കാര്യം നിന്റെ ചേച്ചി ഒരിക്കലും അറിയരുതെന്നാണോ നീ പ്രാർത്ഥിച്ചേ? മരുമകളായിട്ട് അംഗീകരിക്കാത്തതുകൊണ്ട് ജനിച്ച വീട്ടിലേക്ക് തിരിച്ചു വന്നതെന്ന് എന്റെ ചേച്ചി ഒരിക്കലും അറിയരുതെന്നാണോ നീ പ്രാർത്ഥിച്ചത്? അവന്റെ അച്ഛനും അമ്മയും എന്റെ ഭർത്താവിന് വേണ്ടി മറ്റൊരു പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ച ആ വിവരം എന്റെ ചേച്ചിയിൽ നിന്ന് മറച്ചു വെക്കണമെന്നാണോ നീ പ്രാർത്ഥിച്ചത്? അവന്റെ അടുത്തേക്ക് പോകുന്നത് പോലെ വിശ്വസിപ്പിച്ച് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്ന കാര്യം പുറത്താരും അറിയരുതെന്നാണോ പ്രാർത്ഥിച്ചത്? എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു കാര്യങ്ങളും ഒരവസ്ഥയിലും എന്റെ ചേച്ചി അറിയരുതേ ദൈവമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചോ? ചേച്ചി, ചേച്ചി തന്നെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചേ? ഇങ്ങനെ കള്ളത്തരം കാണിക്കാനോ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാനോ നീ എപ്പോഴാ പഠിച്ചത്? എങ്ങനെയാ നിനക്കിതിന് കഴിഞ്ഞത്? അതല്ല ചേച്ചി, ഒരക്ഷരം മിണ്ടരുത്. കള്ളങ്ങളെ ഇനി ഞാൻ വിശ്വസിക്കില്ല. എന്താണെന്ന് വെച്ചാ സത്യങ്ങളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ദൈവം ഞങ്ങൾക്ക് തന്ന മരുമകളാ ഞങ്ങളുടെ നിഹാരിക. എന്റെ ജാതകത്തിൽ പിറന്ന നിഹാരികയുമായി ശ്രീകരന്റെ കല്യാണം എത്രയും പെട്ടെന്ന് മംഗളമായിട്ട് ഒരു തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടി
ഒരു പൂജ ചെയ്യണം. എന്റെ ശ്രീകർ ഒരിക്കലും ഇതുവരെ അമ്മയ്ക്ക് തന്ന വാക്ക് ഇതുവരെ തെറ്റിച്ചില്ല. നീ എന്റെ കണ്ണ് വെട്ടിക്കായിരുന്നു എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു. എന്റെ അനിയത്തി നിൽക്കേണ്ട സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കണ്ടതും കേട്ടതും എല്ലാം എല്ലാം കളവാ ചേച്ചി. നിങ്ങൾക്ക് തോന്നിയതാവും, എന്തെങ്കിലും ദുസ്വപ്നം കണ്ടതാവും. അതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞതൊന്നും സത്യമല്ല ചേച്ചി. ഇനി നീ എന്നെ പറ്റിക്കാൻ നോക്കരുത്. ഞാൻ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല. നിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ എത്ര സ്വപ്നം കണ്ടതാണെന്ന് അറിയോ? എത്ര ദൈവങ്ങളുടെ മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചതാ. അവസാനം നിനക്ക് ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോ നിനക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടായിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ദിശയിൽ നിന്നും സത്യം പുറത്തു വരാതെ നീ ഇത്രയൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ നീ ആരും ഇല്ലാത്ത അനാഥയെ പോലെ ഗീതയുടെ അടുത്തേക്ക് പോകാൻ എന്താ റെഡിയായി നിൽക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം ആ ശ്രീകരാണ്. വലിയ വീട്ടിലാണെങ്കിലും നല്ല മനസ്സുണ്ടാവുമെന്നാ കരുതിയേ. എന്റെ അനിയത്തി ഒരു പൂജയും ചെയ്യാതെ ഒരു നോയമ്പും നോക്കാതെ രാമൻ വന്ന് സീതയുടെ കൈ പിടിച്ചതാണെന്ന് ഞാൻ എല്ലാവരോടും പൊങ്ങച്ച പറഞ്ഞു നടന്നു. ഇത്രയ്ക്ക് വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് കരുതിയില്ല. എന്റെ അനിയത്തിയോട് അനിയത്തി കാണിച്ച ഞാൻ വെറുതെ ഇരിക്കുന്നു കരുതിയോ? ആ കുടുംബത്തെ ഞാൻ പേരുവഴിയിലാക്കും. ചേച്ചി 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 ഒന്ന് നിക്ക് ചേച്ചി. ചേച്ചി 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 ഒന്ന് നിക്ക് ചേച്ചി. ചേച്ചി ചേച്ചി ഈ നടന്നതിലൊന്നും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല ചേച്ചി. അദ്ദേഹം എന്നെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്നതല്ല ചേച്ചി. അവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതാ. ഇത്ര സംഭവിച്ചോട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നാണമില്ലേ നിനക്ക്? ചേച്ചി സത്യമായിട്ടും അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തോടു കൂടിയല്ല. അമ്മയുടെ പ്രാണൻ നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതാ. ജീവിതത്തിന്റെ പകുതി ജീവിച്ചു തീർത്തില്ലേ? ഇനി ജീവിച്ചാലെന്താ മരിച്ചാലെന്താ? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയും. എന്തുകൊണ്ടെന്നാ? എന്റെ ജീവിതം നശിപ്പിച്ചത് ആ സ്ത്രീ ആയതുകൊണ്ട്. എന്റെ ജീവിതത്തിന് അർത്ഥമില്ലാതായത് ആ കുടുംബക്കാരനെ കൊണ്ട്. എന്താ പറയുന്നത് ചേച്ചി? ശ്രീകരന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയോ? നമ്മുടെ സ്വന്തം അമ്മാവനും അമ്മായിയും ആണ്. നിന്റെ അമ്മായി അച്ഛൻ നമ്മുടെ അമ്മയുടെ ഏട്ടനാ. നിന്റെ ഈ താലി ബന്ധത്തിന് മുമ്പ് നമുക്ക് ആ കുടുംബമായിട്ട് രക്തബന്ധമുണ്ട്. സുജാതയെ നമ്മുടെ വലിയ മരുമകളാക്കുമെന്ന് അവര് അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തതാ. എന്റെ ജാതക പൊരുത്തം ചേരാത്തത് കൊണ്ട് വാക്ക് തെറ്റിച്ച് അച്ഛന്റെ അമ്മയുടെ മരണത്തിന് കാരണമായവരാ.
ഇതെല്ലാം സത്യമാണെന്ന് നീ വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് സത്യം. ഞാൻ നിന്നോട് മറച്ചു വെച്ച ഒരേ ഒരു രഹസ്യം, എന്നെ രാധാകൃഷ്ണൻ താലി കെട്ടിയില്ല, ശ്രീകർ നിന്നെ താലി കെട്ടി. നിനക്ക് അന്യായം സംഭവിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് അവരോട് പോരാടിയേ പറ്റൂ. ഈ പോരാട്ടത്തിൽ എന്റെ പ്രാണൻ പോയാലും എനിക്ക് കുഴപ്പമില്ല. നിനക്ക് അന്യായം സംഭവിക്കാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല. എന്നെ നീ തടയരുത്. ചേച്ചി, നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാൻ പോകരുത് ചേച്ചി. നിനക്ക് എന്താ ഭ്രാന്താണോ? അമിത ഗുണം നിനക്ക് ആപത്താണ് അവനി. ചേച്ചി, നിങ്ങൾ ആ വീട്ടിലേക്ക് പോയി വഴക്കുണ്ടാക്കരുത് ചേച്ചി. എന്നാ ശ്രീകറിനെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറ. അവനോട് ഞാൻ സംസാരിക്കാം. ജാതക ബന്ധത്തിനേക്കാളും താലിബന്ധം ഏറ്റവും വലുതെന്നും നിഹാരികയല്ല എന്റെ അനിയത്തെ നിന്റെ വീട്ടിലെ മരുമകൾ എന്നും പറയണം. വലിയ വീട്ടിലെ മരുമകളായ മാത്രം മതിയോ നിന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണ്ടേ? ചേച്ചി, ഇവിടുത്തെ മരുമകളാകാൻ ഒരാളല്ലെങ്കിൽ മറ്റൊരാള് നമ്മുടെ മുന്നിലേക്ക് എൻട്രി ആവുന്നുണ്ട്. വന്ന നിഹാരികയുടെ ക്യാരക്ടർ എന്താന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. റൂമിൽ എന്താ പണിയെന്ന് പോയി നോക്കാമാ. അവൾ എന്ത് ചെയ്താലും നമുക്കെന്താ? ഏത് പുത്തിലാ പാമ്പുള്ളതെന്ന പോലെ ഏത് മനുഷ്യല്ലേ എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാന്ന് അറിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കണം. കാവ്യ പറഞ്ഞത് കറക്റ്റാ. വരൂ നമുക്ക് പോവാം. നടക്ക്. എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ അതെ, ആ വരൂ വരൂ. എന്റെ നാട്ടിലത്തെ നിങ്ങളെല്ലാവരും പ്രശംസിച്ചോ? നിനക്ക് എങ്ങനത്തെ പരിപാടിയൊക്കെ അറിയോ? പിന്നെ അല്ലേ, നേരത്തെ ഞങ്ങൾക്ക് വേറെ സോങ് പോലെയാണല്ലോ തോന്നിയേ. ഈ സോങ് കേട്ടിട്ടല്ലേ ഞാൻ പെർഫോം ചെയ്യുന്നത്? സത്യമാണോ? അപ്പോ നിങ്ങൾ വരുന്നതിന് മുൻപ് ഏതോ ഡപ്പാങ്കൂത്ത് കേട്ട് ഡാൻസ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ വന്നപ്പോ ക്ലാസിക്കലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ടാണോ തോന്നിയത്?